Adipoli, superb. Wonderful seeing everybody. നല്ല രസമുണ്ടായിരുന്നു. It was nice, yeah. കുറേ കാലത്തിന് ശേഷം കുറേ ആൾക്കാരെ കണ്ടു. It was really nice. Today was fun. അപ്പോൾ കുറേ മെമ്മറീസ് തന്നെ ലൈഫ് ടേൺ ഓവർ ആണ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. മാഷാഅല്ലാഹ് അൽഹംദുലില്ലാ. ഭയങ്കര സന്തോഷമായി കുറേ വർഷത്തിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോൾ. റിയലി എൻജോയ്. അടിപൊളി. Wonderful experience. And nice. Enjoyed seeing your friends, yeah? Okay. First time reels ചെയ്തു. Wonderful. Very happy. എല്ലാവരും കാണാൻ പറ്റി. ഹേയ് ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു ഫൈൻ ഫെറ. ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ പ്രോഗ്രാം ഉണ്ട്. ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അപ്പോൾ എന്നെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സെഫിയാണ് വന്നിട്ടുള്ളത്. സെഫിയാണ് ഈ പ്രോഗ്രാമിൻ്റെ കോർഡിനേറ്ററും. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ പ്രോഗ്രാം എന്താണെന്ന് അറിയണ്ടേ? ഇന്ന് നമ്മൾ കോളേജ് ഫ്രണ്ട്സിൻ്റെ ചെറിയൊരു ഗെറ്റ് ടുഗദറാണ്. പിന്നെ ആണെങ്കിൽ ഒരുപാട് പ്രിപ്പറേഷൻസും പ്ലാനിങ്ങും ഒന്നും ഇല്ലാത്തൊരു പരിപാടി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. യൂഷ്വലി നമ്മൾ കുറേ മന്ത്സ് മുന്നേ പ്ലാൻ ചെയ്യും, എന്നിട്ട് കുറേ പേര് അറ്റൻഡ് ചെയ്യും എന്നൊക്കെ പറയും. പക്ഷെ അവസാനം ആ ഒരു ഗെറ്റ് ടുഗദറെ ഡ്രോപ്പായി പോകും. പക്ഷേ ഈ ഒരു ഗെറ്റ് ടുഗദർ ചടപടയെന്ന് പ്ലാൻ ചെയ്താണേ. അങ്ങനെ നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാനും പിന്നെ കുറച്ച് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അന്നത്തെ ലഞ്ച് റിസർവ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹോട്ടൽ റാവിസിലായിരുന്നു. ഹോട്ടൽ റാവിസ് ആണോ റവീസ് ആണോ, എനിക്കത് എപ്പോഴും ഭയങ്കര കൺഫ്യൂഷനാണ്. അപ്പോൾ അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആരെയും മീറ്റ് ചെയ്യാൻ പോകണമെന്ന് കാണണ്ടേ? കയറി ഉടനെ നമ്മൾ മീറ്റ് ചെയ്തത് ശ്വേതേനെയും ഫാമിലീനെയും ആയിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ മുകളിൽ റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പോൾ അവിടെ 2-3 പേര് എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആരൊക്കെയുള്ളത് നമ്മളൊന്ന് കണ്ടാലോ? സത്യം പറഞ്ഞാൽ ഇതുവരെ എല്ലാവരെയും കാണാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പക്ഷെ എല്ലാവരെയും കണ്ടു കഴിഞ്ഞപ്പോഴാണ് എത്രത്തോളം ഒരു ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്ന് മനസ്സിലായത്. നമ്മളിപ്പോൾ ഒരു 6 പേരെ എത്തിയിട്ടുള്ളൂ, ഇനി ഒരു 5 പേരും കൂടെ എത്താണ്ട് കേട്ടോ. ഓരോരുത്തരും റെസ്റ്റോറൻറ്റിലേക്ക് കയറി വരുമ്പോൾ നമ്മളെ സൈഡിൽ നിന്ന് ഒരു ലൗഡ് വെൽക്കം വന്നിട്ടുണ്ടായിരുന്നത്. എസ്പെഷ്യലി നമ്മളൊരു 10-12 പേര് കൂടിക്കഴിഞ്ഞാൽ പിന്നെ ആ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ട് പീസ്ഫുൾ ആയിട്ട് ആർക്കെങ്കിലും ഫുഡ് കഴിക്കാൻ പറ്റുമോ? അപ്പോൾ നമ്മളുടെ ബുഫേ ലഞ്ചൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ബുഫേ എടുക്കണോ അതോ അലക്കാട്ട് ഓർഡർ ചെയ്യണോ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയിട്ടില്ല ഇതുവരെ. ബുഫേ സ്പ്രെഡ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് വേണം ഞങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാൻ. സോ നൗ ഇറ്റ്സ് ടൈം ഫോർ ന്യൂ സ്റ്റോറീസ്. അല്ലെങ്കിലും കോളേജ് ടൈമിൽ നമ്മൾ ഫ്രണ്ട്സ് കൂടി കഴിഞ്ഞാൽ വി ഓൾവേസ് ഹാവ് ന്യൂ സ്റ്റോറീസ്. ചെറിയ കുട്ടിയാണ് ക്യാമറയിൽ കൂടെ ഓരോരുത്തരായിട്ട് വരുമ്പോഴും ദിസ് ഈസ് ദ ലെവൽ ഓഫ് അവർ എക്സൈറ്റ്മെൻറ്റ്. സോ നമ്മൾ ഇത്രയും പേരായപ്പം നമ്മളൊരു ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ട്. വിൽ ഗോ ഫോർ ബുഫേ. അതാകുമ്പോൾ എന്ത് ഓർഡർ ചെയ്യണം, എങ്ങനെ ഓർഡർ ചെയ്യണം എന്നൊന്നും ആലോചിച്ച് നമ്മൾ തല പുണ്ണാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി നമ്മൾ ബുഫേ ഓപ്റ്റ് ചെയ്ത സ്ഥിതിക്ക് നമ്മൾ എന്താണ് കഴിക്കാൻ പോകണമെന്ന് നിങ്ങൾക്കും ഒന്ന് കാണിച്ചിരണല്ലോ. നമ്മളൊരു 2 days ബാക്ക് വിളിച്ചിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ സ്പ്രെഡിലെ മെനു എന്താണെന്നൊക്കെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. അതുമാത്രമല്ല നമ്മളെ കൂട്ടത്തിൽ കാസർഗോഡ്, മാംഗ്ലൂർ, തൃശ്ശൂർ അങ്ങനെ ഒരുപാട് ദൂരത്തുനിന്ന് വന്നവരും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു പ്രോപ്പർ ലഞ്ച് തന്നെ ആവാമല്ലോ എന്ന് വിചാരിച്ചിട്ടും കൂടാണ് നമ്മൾ ബുഫേ ചൂസ് ചെയ്തത്. നല്ലൊരു സദ്യക്കുള്ള കംപ്ലീറ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ സ്പ്രെഡിൽ. ടോട്ടലി സ്പീക്കിംഗ് ഇവിടുത്തെ ഫുഡ് ആയാലും ഇവരുടെ സർവീസ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. മാത്രമല്ല സെഫിയ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ഭാഗമായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ദേ വർ വെരി റെസ്പോൺസീവ് ഓൾസോ. ഈ റെസ്റ്റോറൻറ്റിൻ്റെ സൈഡിലായിട്ട് ഒരു ഹാളും കൂടെ ഉണ്ട് കേട്ടോ. പെർ പേഴ്സൺ ചെറിയൊരു എക്സ്ട്രാ പേയ്മെൻറ്റും കൂടെ ചെയ്താൽ അവർ ആ ഹാളും നമുക്ക് വേണ്ടി റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ബട്ട് സിൻസ് വി ആർ ജസ്റ്റ് ഹിയർ ഫോർ എ മാറ്റർ ഓഫ് 2 to 3 hours നമ്മൾ ആ ഹോള് വേണ്ടാന്ന് വെച്ചത്. മാത്രമല്ല ഇവിടെ മുകളിൽ ഒരു ഔട്ട്ഡോർ പൂൾ ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കുറച്ച് പിക്ചേഴ്സും റീൽസൊക്കെ എടുക്കാമെന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐറ്റം കണ്ടോ, ഈ മാങ്ങയിൽ ഉപ്പുമുളക് തേച്ച് വെച്ചത്, അതിലാണ് കേട്ടോ സെഫി ആകെ ഫ്ലാറ്റായി പോയത്. മാത്രമല്ല ബുഫേ എടുക്കാമെന്നുള്ളൊരു ഉറച്ച തീരുമാനത്തിലെത്തിയതും അത് കണ്ടപ്പോഴാണ്. എനിവേ ദ ഫുഡ് വാസ് വെരി നൈസ്. വി ഓൾ റിയലി എൻജോയ്ഡ്. ഓൾമോസ്റ്റ് ഒരു 1-1:30 ആയപ്പോൾ നമ്മളെല്ലാവരും ലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഒരാളും കൂടെ വരാൻ ബാക്കിയുള്ളൂ കേട്ടോ, ഖദീജ സഫ. ആൻഡ് ഷീ സെഡ് ഷീൽ ബി എ ലിറ്റിൽ ലേറ്റ് ബിക്കോസ് ഷീ ഈസ് കമ്മിങ് വിത്ത് ഹർ ലിറ്റിൽ ഗേൾ. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഫുഡ് കഴിച്ചുകൊണ്ട് സഫനെ വെയിറ്റ് ചെയ്യണേ. സോ വി ആർ ഓൾമോസ്റ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദി സ്പ്രെഡ്. ഇവിടെയാണ് സാലഡ്സും അതുപോലെ ഡെസേർട്സ് ഒക്കെ വെച്ചിട്ടുള്ളത്. ഷൂട്ട് ചെയ്ത് ഇവിടെ എത്തിയപ്പോൾ ഡെസേർട്സ് എന്താണെന്ന് അറിയാൻ എനിക്കും ഭയങ്കര ആകാംക്ഷയായിട്ടോ. നല്ല അടിപൊളി സേമിയ പായസം, പിന്നെ സ്ട്രോബെറിൻ്റെ എന്തോ ഒരു പുഡിങ്, ചോക്ലേറ്റ് കേക്ക് ആൻഡ് ബീട്രൂട്ട് ഹൽവ. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ബട്ടർ സ്കോഷിൻ്റെ ടേസ്റ്റുള്ള എന്തോ ഒരു പുഡിംഗ് ആണ് കേട്ടോ. ഓരോ ടേബിളിലും ഫുഡ് കഴിക്കുകയാണെങ്കിലും 10 ഡിഫറെൻറ്റ് സ്റ്റോറീസ് ആർ ഗോയിങ് ഓൺ. നമുക്ക് ഡിസൈഡ് ചെയ്യാം ഏത് സ്റ്റോറിയിൽ പോയി ജോയിൻ ചെയ്യണം എന്നുള്ളത്. ആൻഡ് ദർ ആർ ചാൻസസ് ടു മിസ് ഔട്ട് ന്യൂ സ്റ്റോറീസ് ഓൾസോ. അപ്പോൾ നമ്മൾ ചെറിയൊരു ഫൺ പാട്ട് കണ്ടാലോ. ഷാക്കി വന്നിട്ട് കുറച്ച് നേരമായിട്ടോ, പക്ഷെ അന്നേരം ഞാൻ കഴിക്കുന്ന തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഷാക്കിനെ തിരിച്ചു വിടാണേ, ഒന്നുകൂടെ വീഡിയോ റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ഷാക്കിയുടെ അഭിനയം? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുമാത്രമല്ല, ഞാൻ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുമ്പം ഈ വീഡിയോ കാണുമ്പോഴൊക്കെ ഇങ്ങനെ ആലോചിക്കായിരുന്നു ആ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുന്ന ബാക്കിയുള്ളവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. മേ ബി ദ പീപ്പിൾ ഹു ആർ ഡൈനിങ് ദെയർ മസ്റ്റ് ഹാവ് ഫെൽറ്റ് എ ലിറ്റിൽ ഡിസ്റ്റർബ്. പക്ഷേ സ്റ്റാഫ് നമ്മളടുത്ത് ഒരു റെസ്ട്രിക്ഷൻസും വെച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അറ്റ് ലാസ്റ്റ് സഫ ഓൾസോ കെയിം വിത്ത് ഹർ ലിറ്റിൽ ബേബി. ബേബിക്ക് ഒരു ചെറിയ ഫീവറൊക്കെ ഉണ്ടായതുകൊണ്ട് ആൾ ഡോക്ടറൊക്കെ കാണിച്ചിട്ടാട്ടോ അങ്ങോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഡൈനിങ് പരിപാടികളൊക്കെ ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2 കണക്ക് പിള്ളകൾ കണക്ക് കൂട്ടുകയാണ്, നമുക്ക് ഡിവൈഡ് ചെയ്യാനുള്ളൊരു എമൗണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പൂൾ സൈഡിലേക്കാണ് പോകുന്നത്. അവിടെ നമ്മൾ കുറച്ചും കൂടെ വലിയ വലിയ പരിപാടികളാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ എല്ലാവരും പൂൾ സൈഡിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല മഴയില്ലാത്തതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. ഇവിടുന്ന് കുറച്ച് ഗ്രൂപ്പ് ഫോട്ടോസും പിന്നെ കുറച്ച് റീൽസൊക്കെ എടുക്കാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. സോ our day is almost going to end. അപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്നൊരു ഫീഡ്ബാക്ക് എടുത്താലോ. Hi Shweta. Hi. How was today's get together? Awesome. After a very long time meeting everyone. Where are you coming from? I'm from Thrissur. Thrissur. Thrissur, yeah. After how many years? 25 years. 25 ചാൻസ് കഴിഞ്ഞിട്ട് 2012 ഞാൻ ഇറങ്ങിയതല്ലേ. 12 years, no? 12-13 years. I didn't come for any meetup. This is my first meetup. So it was very nice, very nice. Like, you know, into a nostalgic feel. Yes. This is my daughter. Meet my daughter. കുറച്ചും കൂടെ ആളുകൾ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയാവേനു അല്ലേ? ഒന്നുകൂടി ഒന്ന് ശ്വേത കുറേ നാള് കഴിഞ്ഞിട്ട് വരുന്നോണ്ട് it was very exciting. Yeah, to meet Thank you so much. ആരും മാറിയിട്ടില്ല, അതുപോലെ തന്നെ ഉണ്ട്. So No nice. change. No change at all. That's a good part of it. ഇൻ ബിറ്റ്വീൻ ഫോട്ടോസ് എടുക്കാനും റീൽസ് എടുക്കാനുമുള്ള ഭയങ്കരമായ ഡിസ്കഷൻസ് ആൻഡ് പ്ലാനിങ്സ് ഗോയിങ് ഓൺ ആണ് കേട്ടോ. നമുക്ക് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സഫിയൻ്റെ ബ്രദറിൻ്റെ മോനെയും കൂടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. Hi Shaki. Hi Farah. How was today's get together? Adipoli. So nice to meet everyone and coming back to our old memories and talking about that. Superb. I think I wish
Coming all the way from Bangalore to Mangalore, then to Calicut. Adivoli. May Great. Allah bless more meetings like this. Yes. Okay, bye. Bye. Hi Lulu. Hi, Farah. How was it today? Wonderful. I'm seeing so many people. Shweta. Shweta especially. Last year I last college in the program. So it was wonderful seeing her Yeah. and seeing her kid, or mini her and all that. It's wonderful seeing everybody. And coming from Calicut. Adonde great. Easy. Alla Shaki from Bangalore to Shaki Mangalore. from Mangalore, yeah. Everybody, Shweta yeah, from I know. Thrissur. Yeah. ഞാനിങ്ങോട്ട് പറഞ്ഞ ആകെ 4-5 ആൾക്കാരെ ഉള്ളൂ ഉമ്മ അതൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ 15 people. It was nice. Nice, good feeling. Thank you. Hi Fahmi. Hi, Farah. How was it today? നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും കണ്ടിട്ട് ഇപ്പം 2 കൊല്ലത്തിലായില്ല. അതിനുശേഷം എല്ലാവരും കാണുമ്പോൾ നല്ല ഭയങ്കര കഴിഞ്ഞ വർഷം വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം നാട്ടിൽ വന്നിട്ടില്ല. പിന്നെ 2 കൊല്ലം മുന്നേ വന്നപ്പോഴും നാട്ടിൽ വന്നിട്ടില്ല. Where are you? എവിടാണ്? ഞാനോ US ഒഹായോ. ഓക്കെ. അപ്പോ ഫ്രം കാലിക്കറ്റ് അല്ലേ? ഇങ്ങോട്ട് വരാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എനിവേ ഐ തിങ്ക് ദിസ് ഗെറ്റ് ടുഗദർ ഞാനത് പറഞ്ഞോണ്ട് it was nice, yeah. കുറേ കാലത്തിന് ശേഷം കുറേ ആൾക്കാരെ കണ്ടു. It was really nice. Okay. നമ്മൾ ഇനി ഇങ്ങനത്തെ എന്തെങ്കിലും ബിഗ് പ്ലാൻ ചെയ്യാം. ഇത് അടുത്ത് തന്നെയാണ് വരുന്നത്. ഇവിടെ കാലിക്കറ്റ് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് വലിയ ടാസ്ക് ഒന്നും ഇല്ല. ബൈ സർ. ബൈ. ഷാക്കിലൊക്കെ കണ്ടിട്ട് 5-8 കൊല്ലായി. ജോലി പിന്നെ നമ്മളെ സ്വന്തം ആളായോണ്ട് ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ഒരു താങ്ക് യു ഫോർ സഫിയ ബിക്കോസ് ഓള് കഷ്ടപ്പെട്ട് എല്ലാവരെയും മെസ്സേജ് ചെയ്ത് ഇതാക്കിയതാണ്. നല്ല രസമുണ്ടായിരുന്നു. ഹായ് സുപ്ന. Hi. How was today's day? Today was fun. എത്ര കാലം കഴിഞ്ഞിട്ട് എല്ലാവരും മീറ്റ് ചെയ്യണേ? 1 year 2 years ആയി. ഓക്കെ. അപ്പോൾ ഇപ്പോൾ PG ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ബിസി ആയതുകൊണ്ട് തന്നെ ബിസി ആയതുകൊണ്ട് ഞാൻ ഓടിച്ചാടി വന്നതാണ് എല്ലാവരും കാണാൻ വേണ്ടിയിട്ട്. ഓക്കെ. സോ ഇറ്റ് വാസ് നൈസ് മീറ്റിംഗ് ഓൾ. നൈസ്. ഞാനപ്പോൾ കുറേ മെമ്മറീസ് തന്ന സ്ഥലമാണ്. പിന്നെ എൻ്റെ പാർട്ട്ണറിനെ കണ്ട സ്ഥലമാണ്. സോ Okay. എൻ്റെ ലൈഫ് Okay. ടേൺ ഓവർ ആണ്. അപ്പോൾ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റില്ല. ഹായ് സഫിയ. ഹായ് How was today's day? ഓ മാഷാഅല്ലാ അൽഹംദുലില്ലാ. ഇതാണ് കേട്ടോ നമ്മളെ ഓർഗനൈസർ. സെഫിയാണ് ഇന്നത്തെ ഫുൾ ഗെറ്റ് ടുഗദർ ഓർഗനൈസ് ചെയ്തത്. പിന്നെ സെഫിയ ഇസ് കമ്മിങ് ഓൾ ദ വേ ഫ്രം മൈസൂർ ടു നന്ദി ടു കാലിക്കറ്റ്. ഭയങ്കര സന്തോഷായി. കുറെ വർഷത്തിന് ശേഷം ഫ്രണ്ട്സിനൊക്കെ കണ്ടപ്പോ നല്ല ഫുഡ് കഴിച്ചു. Yes. എല്ലാവരുമായിട്ട് കുറെ ടൈം സ്പെൻഡ് ചെയ്തു. ഫോട്ടോസ് എടുത്തു, റീൽസ് ഒക്കെ എടുത്തു. വളരെ സന്തോഷായി എല്ലാരെയും കണ്ട്. ഹാപ്പി. അടിച്ചു പൊളിച്ചു. യെസ്, അടിച്ചു പൊളിച്ചു. ഇൻഷാല്ല ഇനി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇൻഷാല്ലാ. ഓർഗനൈസ് ചെയ്യണം. ഇൻഷാല്ലാ. ഹായ്. ഹൈ സിലിയ. How was today's day? അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. Coming all the way from കാസർഗോഡ് okay. ആൻഡ് ഐ ഡ്രോപ്പ് മൈ കിഡ്സ് Yeah. മിഡ് വേ. Yeah. റിയലി എൻജോയ്ഡ്. അടിപൊളി. ഒരുപാട് കാലമായിട്ട് കാണാത്തവരെ തിങ്ക് ഒരു ഡിക്കേഡിന് ശേഷം കണ്ടവരുണ്ട്. അപ്പം വണ്ടർഫുൾ എക്സ്പീരിയൻസ്. And thank you so much for coming all the way from Kasaragod. താങ്ക്സ് ടു യു ഓൾ ഫോർ കോർഡിനേറ്റിംഗ് ദിസ്. അപ്പോൾ ഇൻഷാല്ല ഇനിയും ഇങ്ങനെ അടിപൊളിയായിട്ട് ഇൻഷാല്ലാ. ഓർഗനൈസ് ചെയ്യാനും വരാനൊക്കെ പറ്റട്ടെ. അസ്സലാമലൈക്കും. Hi. Coming all the way from Arikod. How was today's day? Nice. Really nice? Yes. ഇല്ല, മോൾക്ക് കുറച്ച് സുഖമില്ലാത്തതിനെ കൊണ്ട്
Little problematic, but still enjoyed seeing your friends, yeah? Still enjoyed. Okay. Did first time reels ചെയ്തു. അടിപൊളി. Anyway, thank you so much for coming. Hey Shaina. Hi. Coming all the way from Kondoti. കൊണ്ടോട്ടി. എന്നാണ് ദുബായിൽ നിന്ന് എത്തിയത്? 2 weeks ആയി. ഓക്കെ. അപ്പം how was today's day? Oh, it's wonderful. എങ്ങനെ എക്സ്പെക്ട് ചെയ്തിന് വരാൻ പറ്റുന്ന? ഇല്ല ഞാൻ വരില്ലാന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ ഇങ്ങോട്ടെത്തി. വെരി ഹാപ്പി. എല്ലാവരും കാണാൻ പറ്റി. 2-3 വർഷം മുമ്പ് കണ്ട ആൾക്കാരെല്ലാവരും ഇപ്പോഴും കണ്ടപ്പോൾ വളരെ സന്തോഷം. അടിപൊളി. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മളുടെ ഗെറ്റ് ടുഗദർ ഏകദേശം അവസാനിച്ചിട്ടുണ്ട്. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ ആൻഡ് വി ഓൾ ഹാഡ് എ വെരി നൈസ് ടൈം. ആൻഡ് ഒട്ടും പ്രതീക്ഷിക്കാണ്ടാണ് ഞാൻ ഈ ഒരു ഗെറ്റ് ടുഗദറിന് എത്തിപ്പെട്ടത്. താങ്ക് യു വെരി മച്ച്. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് എസ്പെഷ്യലി നമ്മളെ ഫ്രണ്ട്സില്ലേ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ചെയ്യണം കേട്ടോ. കമൻറ്റ്സ് കാണുമ്പോൾ ഞാനെപ്പോഴും ഭയങ്കര ഹാപ്പി എക്സൈറ്റഡ് ആവാറുണ്ട്. സോ ദിസ് ഇസ് ഫറാ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും. ആൻഡ് വെയിറ്റ് ഡോണ്ട് ഗോ. നമ്മളുടെ കുറച്ച് അടിപൊളി ഫൺ മൊമെൻറ്റ്സും കൂടെ എൻജോയ് ചെയ്യണ്ടേ. സോ കീപ് വാച്ചിങ് ബിഹൈൻഡ് ദ സീൻസ്. ഹായ് ലുലു. Hi Farah. ബാക്കി പറ. ഗെറ്റ് ടുഗദർ പറയേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വരൂലേ. മലയാളം അറിയും. ഹായ് ഫമ്മി. ഹായ്. എപ്പെത്തി? ഹായ് ഫമ്മി. How was it? നല്ല രസമുണ്ടായിരുന്നു. സഫിയ ഇത് പ്ലാൻ ചെയ്ത് ഇങ്ങനെ മെനക്കെട്ടതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഹായ് സഫ. അത് ഓഫാക്കാതെ ക്വസ്റ്റ്യൻ എന്നോട് ചോദിച്ചു പറയാൻ എനിക്ക് അറിയില്ല.